ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഞായറാഴ്ച ദിവസം 1199 കർക്കിടക മാസം 20-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 13-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:40 അതുപോലെ തന്നെ നാളത്തെ ഉദയാൽപരം തിഥി അമാവാസി തിഥിയാണ്. നാളെ ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നു ചേരുന്ന നക്ഷത്രം പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അവസാനിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:28. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂയം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നാളത്തെ ഉദയാൽപര നക്ഷത്രം പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രപ്രകാരമുള്ള സർവൈശ്വര്യ പൂജ ഞായറാഴ്ച രാവിലെയാണ് ഉണ്ടാകുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പൂയ നക്ഷത്ര സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതലാണ്. അവസാനിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:28. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂയ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:28 വരെ പൂയ നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:28 വരെ അനുകൂലമായ ഫലങ്ങൾ ആർക്കൊക്കെയാണ് വന്നു ചേരുക, പൂയ നക്ഷത്രപ്രകാരം ആർക്കൊക്കെയാണ് വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാൻ പോകുന്നു. അപ്പോൾ മകയിരം, കാർത്തിക, ഉത്രട്ടാതി, രേവതി, പുണർദം, വിശാഖം, അനിഴം ഇത്രയും നാളുകാർക്ക് നാളെ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:28 വരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. മകയിരം, കാർത്തിക, ഉത്രട്ടാതി, രേവതി, പുണർദം, വിശാഖം, അനിഴം ഇത്രയും നാളുകാർക്ക്, ഈ 7 നാളുകാർക്ക് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:28 വരെ നല്ല ഫലങ്ങൾ, പൂയ നക്ഷത്രപ്രകാരം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പൂയ നക്ഷത്രപ്രകാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:28 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണെന്ന് ചിന്തിക്കാം. മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് ജ്യോതിഷം പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:28 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നാളെ ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 1:28 മുതൽ ആയില്യ നക്ഷത്രം ആരംഭിക്കുകയാണ്. ആയില്യ നക്ഷത്രം അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:23 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 ആയില്യ നക്ഷത്രം അവസാനിക്കുന്നത്. ആയില്യ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:28 അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23. അപ്പോൾ ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ ആയില്യ നക്ഷത്ര ജാതകരാണ്. അപ്പോൾ ആയില്യ നക്ഷത്രപ്രകാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:28 മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 വരെയുള്ള സമയത്ത് അനുകൂലമായ ഫലങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇനി ചിന്തിക്കുന്നത്. അപ്രകാരം തിരുവാതിര, രോഹിണി, അനിഴം, കേട്ട, അശ്വതി, രേവതി, പൂയം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:28 മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 വരെയുള്ള സമയത്ത് ആയില്യ നക്ഷത്രപ്രകാരം തിരുവാതിര, രോഹിണി, അനിഴം, കേട്ട, അശ്വതി, രേവതി, പൂയം ഇത്രയും നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത്, അതായത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:28 മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത്, ആയില്യ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് പൂരാടം, പുണർദം, മകയിരം, കാർത്തിക എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പൂരാടം, പുണർദം, മകയിരം, കാർത്തിക എന്നീ നാളുകാർക്കാണ് ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 1:28 മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:23 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. ഇനിയും ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ ശുഭസമയമാണ്. പക്ഷെങ്കിൽ നാളത്തെ ശുഭസമയം പറയുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കുന്നു. നാളെ അമാവാസി തിഥിയുണ്ട്. അമാവാസി തിഥി ഞായറാഴ്ച വൈകുന്നേരം 4:35 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്കിലും നാളെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്കായിട്ടുള്ള ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 9:17 വരെ ശുഭസമയമാണ്. പിന്നീട് 10:47 മുതൽ ഉച്ചകഴിഞ്ഞ് 3:17 വരെ ശുഭസമയമാണ്. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തെടുക്കണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അമാവാസി തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 4:35 വരെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം
സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 4 ഏതൊരു മാസത്തിൽ 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 4 വരും. 22, 31 ഒക്കെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 4 വരും. അപ്രകാരം വരുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്, സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ മഞ്ഞ, നീല, ഇളനീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു വരുവാൻ കാരണമായി തീരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും 100% എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല. ഗ്രഹസ്ഥിതി വെച്ചാണ് പറയുന്നത്, ചാരവശാലുള്ള സ്ഥിതി വെച്ചാണ് അങ്ങനെ പറയുന്ന. ഗ്രഹങ്ങൾ നിത്യവും സഞ്ചരിക്കുന്ന സ്ഥിതി വെച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജനന തീയതി വെച്ചോ ലഗ്നം കണ്ടുപിടിച്ചോ ചന്ദ്രലഗ്നാലുള്ളതൊന്നുമല്ല സമയം പറയുന്നത് അല്ലെങ്കിൽ നക്ഷത്രഫലം പറയുന്നത്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. ഏകദേശം ഒരു 70-80% അനുകൂലമായ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അത് തീർച്ചയായിട്ടും നല്ലൊരു അറിവാണ്. ആ അറിവ് പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല ജീവിത വിജയം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും കേൾക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. അത് നോക്കി എന്നെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. ജാതകം എഴുതിത്തരാം, ഗ്രഹനില തയ്യാറാക്കിത്തരാം. അതുപോലെ തന്നെ നവാംശകം, വിവാഹം എപ്പോൾ നടക്കും, നിങ്ങളുടെ വിവാഹ ജീവിതം അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം നവാംശകം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗ്രഹനില തയ്യാറാക്കി നവാംശകത്തിലെ ഗ്രഹസ്ഥിതി പ്രകാരമാണ് ഓരോ ജാതകൻ്റെയും ജീവിതത്തിലെ വിവാഹം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർ തീർച്ചയായിട്ടും ജനനത്തീയതിയും ജനിച്ച സമയമൊക്കെ അയച്ചിരുക. എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാക്കി തരുവാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്തിരിക്കും. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്, വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. ചുമ്മാതെ ഒന്നും പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, മനുഷ്യരുടെ ജീവിതമാണ്. അപ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്. അത് നോക്കി വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. പ്രത്യേകിച്ച് അവർ ഇപ്പോൾ പലവിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം മാതാവിന് വളരെയേറെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ നാളുകാരെ സംബന്ധിച്ചും തൊഴിൽപരമായ പ്രതിസന്ധിയുണ്ട്, ധനപരമായ വിഷയമുണ്ട്, പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ട്. കുടുംബത്തിൽ സുഖസ്വസ്ഥ ദേഹത്തിന്മയൊക്കെ കുറവാണ്, അലച്ചിലുണ്ട്, കഷ്ടതയുണ്ട്, കഷ്ടപ്പാടുണ്ട്, ആശുപത്രിവാസമുണ്ട്, ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ട്, തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം അവർ കടന്നു പോകുക. വീട്, വസ്തു, വാഹനങ്ങൾ എന്നിവയിന്മേൽ പിതാവിൻ്റെ തിക്ത അനുഭവങ്ങളും വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഇടവക്കൂറുകാരുടെ കാര്യമാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവരുടെ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗമോ ദുഃഖമോ പ്രയാസമോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷേങ്കിൽ ഈ നാളുകാർ പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നൊരു ദിവസമാണ്. അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, അപ്പോൾ നല്ല ഒരു ജീവിതാനുഭവം നാളത്തെ ദിവസം ഉണ്ടാകും. ശനിയാഴ്ച ദിവസം അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നാൽ പോലും രോഗത്താലോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാലോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രതികൂലമായി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞായറാഴ്ച ഇവർക്കത് നേരെ വിപരീതമായി നല്ല അനുഭവമായി മാറും. അതാണ് ഞായറാഴ്ചത്തെ പ്രത്യേകത. അപ്പോൾ ഞായറാഴ്ച ദിവസം ഇവർക്ക് പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വരും. പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യാനുള്ള താല്പര്യവും സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിതാവിനെ കൊണ്ട് നേട്ടവും മാതാവിനെ കൊണ്ട് കാര്യമായ നേട്ടമൊന്നും വന്നില്ല എങ്കിൽ പോലും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ ലഭിക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്.
മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ധനം, അതുപോലെ തന്നെ കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നാളത്തെ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിതാവ് മുഖേന ധനം വന്നു ചേരുമെങ്കിലും അതേ ചൊല്ലി കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിതാവിന് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേന സ്വസ്ഥക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നാളുകാരെ സംബന്ധിച്ചോളം ശാരീരികവും മാനസികവുമായ സ്ഥിതി അത്ര മെച്ചമായിരിക്കണമെന്നുമില്ല. ഒരു ഉന്മേഷമില്ലാതെ ഉണർവില്ലാത്ത ഒരു ദിവസമായി വന്നു ചേരാമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. തൊഴിൽപരമായി അത്ര അനുകൂലമായ ദിവസമല്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ അനുഭവത്തിൽ വന്നു ചേരാം. ദശകാലത്തിൻ്റെ മേന്മയുള്ളവർക്ക് മാത്രമായിരിക്കും ഈ പറഞ്ഞ അനുഭവങ്ങൾ നാളത്തെ ദിവസം വരാതിരിക്കുക. അല്ലാത്തവർക്കൊക്കെ ചന്ദ്രനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നവർക്കെല്ലാം നാളത്തെ ദിവസം മാനസികമായ ദുഃഖവും പ്രയാസവും ശാരീരികമായ ക്ഷീണവും അതുപോലെ തന്നെ രോഗവും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരുടെ പെൺമക്കൾ മുഖേനയുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് ദൈവാധീനക്കുറവൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. നീചരുമായുള്ള കൂട്ടുകൂടുവാൻ സാധ്യതയുണ്ട്. നീചബന്ധത്തിലൊക്കെ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങൾ, മാനസികവും ശാരീരികവുമായ ദുഃഖം, ക്ലേശം, പ്രയാസം, പ്രതികൂലമായ സാഹചര്യങ്ങൾ, മാതാവിൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസം, മാതാവിൻ്റെ രോഗങ്ങൾ, അങ്ങനെ ഈ നാളുകാർക്ക് തന്നെ മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. നാളെ ഈ കൂറിൻ്റെ അധിപനായ ചന്ദ്രൻ അമാവാസിയോടനുബന്ധിച്ച് ബലമില്ലാതെ ക്ഷീണചന്ദ്രനായിട്ട് ഈ കർക്കിടകക്കൂറിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രതികൂലമായ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ പലർക്കും, പ്രായമായവർക്ക് നടുവേദന, കൈകാൽ കടച്ചിൽ, പുറത്തുനിന്ന് വേദന, നടുവിന് വേദന, അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നു ചേരാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചോളം വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ നാളുകാർ കടന്നു പോകുക. അപ്പോൾ അവരുടെ കൂറിൻ്റെ അധിപൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ആ കൂറിൻ്റെ അധിപൻ ബലവാനാകും. അതോടുകൂടി കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നൊരു പരിധി വരെയൊക്കെ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനി ചിന്തിക്കുന്നത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്കത്ര അനുകൂലമായ ദിവസമല്ല. കാരണം അവരുടെ കൂറിൻ്റെ അധിപനായ സൂര്യൻ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കർക്കിടകൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഈ നാളുകാരെ സംബന്ധിച്ചോളം ധനനഷ്ടം, ധനഹാനിയൊക്കെ വരുത്തി വെക്കും. പുത്രദുഃഖം ഇവർക്ക് കൊടുക്കും. ഈ നാളുകാർക്ക് പുത്രദുഃഖം കൊടുക്കും. ആൺമക്കളാലുള്ള മാനസികമായ പ്രയാസമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പുത്രദുഃഖം ഉണ്ടാക്കി കൊടുക്കും. ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനങ്ങളൊക്കെ ആൺമക്കൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിനോട് ചിലരൊക്കെ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ദിവസമാണ്. അങ്ങനെ പിതാവ് മുഖേന നഷ്ടസാധ്യതയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ചിലരൊക്കെ ക്രൂര സ്വഭാവം കാണിക്കുവാൻ സാധ്യതയുണ്ട്. കണ്ണിന് ദീനം വരുവാൻ, നേത്രഹാനി വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം. അത്ര അനുകൂലമായ ദിവസമല്ല പല കാര്യങ്ങളും. എന്നാൽ ഇവർക്ക് കുടുംബസ്ഥിതിയും ധനപരമായ സ്ഥിതിയും ഏറെക്കുറെയൊക്കെ അനുകൂലമാണെങ്കിൽ പോലും നാളത്തെ ദിവസം ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ ഇവർക്ക് നാളത്തെ ദിവസം വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് വ്യാപാരികളായിട്ടുള്ളവർക്ക് നാളത്തെ ദിവസം വ്യാപാരം ചെയ്യുന്നവർക്ക് വ്യാപാര നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അവർക്ക് കുടുംബസുഖം, ധനപരമായ ആ നേട്ടം ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല ദാമ്പത്യ ബന്ധം, അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും വലിയ മെച്ചമല്ലെങ്കിൽ പോലും നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇവർക്ക് പിതാവിനെ കൊണ്ടൊക്കെ നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ്. മേലധികാരികളെ കൊണ്ട് നേട്ടം വന്നു ചേരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ
ഈ നാളുകാരെ സംബന്ധിച്ച് ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും വിജയിക്കുന്നൊരു ദിവസമാണ്. ദൈവാനുഗ്രഹം തുണയ്ക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസം. ഇവർക്ക് വ്യക്തിപരമായി ഈ നാളുകാരെ സംബന്ധിച്ചുള്ള അവരുടെ കുടുംബം, ധനം എന്നീ വിഷയത്തിൽ അവർക്ക് തൃപ്തികരമായ അനുഭവങ്ങൾ വന്നില്ല എങ്കിൽ പോലും അവരുടെ പിതാവ് മുഖേന സൗഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പിതാവ് മുഖേനയുള്ള ഗുണാനുഭവങ്ങൾ അവർക്ക് കിട്ടുന്നൊരു ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിതാവ് മുഖേന സൽപുത്ര യോഗം എന്ന് പറഞ്ഞാൽ ഈ പിതാവിൻ്റെ സ്നേഹം കൊണ്ടും പിതാവിനോടുള്ള മക്കളുടെ സ്നേഹം കൊണ്ടുമൊക്കെ പരസ്പരമുള്ള സ്നേഹ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. സൗഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദാനം ചെയ്യുവാനുള്ള മനസ്സുണ്ടാകുന്ന ദിവസം, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ദിവസം, അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം തുലാക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നാളത്തെ ദിവസം രോഗദുഃഖ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം വന്നിരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ മേലധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസം, ഈശ്വരാനുഗ്രഹം തുണയ്ക്കുന്ന ദിവസം, രോഗസൗഖ്യം വന്നിരുന്ന ദിവസം, അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിടം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും അവർക്ക് ധനപരമായ ചില പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ട്. അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും കടബാധ്യതകളാൽ രോഗത്താൽ ഒക്കെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം ഒരു ആശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസം പ്രത്യേകത. നാളെ ഇവർക്ക് ദൈവവിശ്വാസം, ഈശ്വരവിശ്വാസത്താൽ ഇവർക്കുള്ള ഈശ്വരവിശ്വാസത്തിൻ്റെ വർധന കൊണ്ട് നാളത്തെ ദിവസം അവർക്ക് ചിട്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ ലഘു സമ്പാദ്യ പദ്ധതികളിൽ നിന്നൊക്കെ ഇവർക്ക് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. ധീരതയോടുകൂടി ഏത് കാര്യങ്ങളും ഇടപെടുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസമൊക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിലും ഭാഗ്യക്കേടുകൾ ചിലർക്ക് വന്നു ചേരാമെന്നുള്ളതും നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പിതാവുമായിട്ട് ശത്രുതയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളതാണ്. പിതാവുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ടം വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ചിട്ടി പോലെയുള്ള നെറുക്കെടുപ്പിൽ കൂടി ചിട്ടിയൊക്കെ സമ്പാദ്യ പദ്ധതികളിൽ കൂടി നെറുക്കെടുപ്പിൽ കൂടി ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമാണ്. നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. ബന്ധുജനങ്ങളുടെ നല്ല അനുഭവം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബന്ധുജന ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം പിതാവുമായിട്ട് അനിഷ്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യക്കേടും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അങ്ങനെ ഭാഗ്യക്കേടുകളും വന്നു ചേരാം. പിതാവുമായിട്ട് ശത്രുതയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പലരും വിദേശവാസത്തെക്കുറിച്ച് ആലോചിക്കും. ചിലർക്കൊക്കെ അതിയായി വിശ്വസിക്കുന്നവരും തിക്താനുഭവങ്ങൾ വന്നു ചേരും. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണെങ്കിലും മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് മേലധികാരികൾ മുഖേനയുള്ള ശിക്ഷാ നടപടികളൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തിക്താനുഭവങ്ങളൊക്കെ വന്നേക്കാം. അങ്ങനെയുള്ള മോശമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുമുഖേന മനോദുഃഖവും മാനഹാനിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർ കോപം പൂണ്ട് പാവപ്രവർത്തികളൊക്കെ ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ഈ കോപം കൊണ്ട് അവർക്ക് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് നാളത്തെ ദിവസം പല കാര്യങ്ങളിലും നേട്ടങ്ങൾ
വന്നു ചേരേണ്ട ദിവസമാണെങ്കിൽ പോലും അത് തിക്താനുഭവങ്ങളായി മാറിപ്പോകുവാൻ അല്ലെങ്കിൽ കോട്ടങ്ങളായി മാറുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ദാമ്പത്യ ജീവിത പ്രശ്നമാണ് ഏറ്റവും വലിയ ഒരു വിഷയമായി നാളെ അവരെ ബാധിക്കുന്നത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഒക്കെ ഏറെക്കുറെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം തൊഴിൽ ഗുണമൊന്നും കാര്യമായിട്ട് വന്നു ചേരത്തില്ല. തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പോലും ആൾക്കാർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ദിവസമാണ്. ധനധാന്യ നേട്ടം, കീർത്തി, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ദിവസം, നല്ല ദാമ്പത്യ ജീവിതം, ബന്ധു സ്നേഹം, നല്ല ആരോഗ്യമുള്ള ദിവസം, സൽപ്രവർത്തികൾ ചെയ്യുന്ന ദിവസം, ശത്രുക്കളെ ജയിക്കുന്ന ദിവസം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുടെ ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പല കാര്യങ്ങളിലും തടസ്സമുണ്ടാകുന്ന ദിവസമാണ്. ബുദ്ധിപരമായി വലിയ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. ബുദ്ധിശക്തി കൂടുതലായിട്ടുണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിയോടുകൂടി പല കാര്യങ്ങളും ഏർപ്പെടും. പക്ഷേങ്കിൽ എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകണമെന്നില്ല. പരാജയങ്ങൾ സംഭവിക്കാം, തടസ്സമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനസ്ഥിതി വലിയ മെച്ചമായിരിക്കത്തില്ല. ബന്ധുക്കളുടെ സഹകരണം കാര്യമായി ഉണ്ടാകണമെന്നില്ല. നാളത്തെ ദിവസം കൃത്യമായി സമയത്തൊക്കെ ആഹാരം കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പുത്ര ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ അനുഭവിക്കും. ചിലർ വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ചിലർക്ക് നാളത്തെ ദിവസം പല കാര്യങ്ങളും തടസ്സം വരുന്നതുകൊണ്ട് അവർക്ക് ദേഷ്യം വന്നു ചേർന്ന് ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ പല വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത്. എങ്കിലും മേലധികാരികൾ മുഖേനയോ സർക്കാർ മുഖേനയുള്ള സഹായങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. പല കാര്യങ്ങളിലും അവർക്ക് നാളത്തെ ദിവസം തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് മാത്രം നാളത്തെ ദിവസം തിക്താനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് പുത്ര ദുഃഖം, ആൺമക്കളാലുള്ള ദുഃഖകരമായ അനുഭവങ്ങളൊക്കെയാണ് അവർക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാളത്തെ ദിവസം പലയിടത്തും ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം കടന്നു ചെല്ലുന്നൊരു ദിവസമാണ്. ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം കൊണ്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് നാളത്തെ പ്രത്യേകത. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഈശ്വരവിശ്വാസം പലരിലും അത്യധികം വർദ്ധിച്ചു വരുന്നൊരു ദിവസം കൂടിയായിരിക്കും നാളത്തെ ദിവസം. ചെറിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ നാളത്തെ ദിവസം കേരളത്തിൻ്റെ പല ഭാഗങ്ങളുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇതാണ് നാളത്തെ ദിവസം കേരളത്തിൻ്റെ മൊത്തം സ്ഥിതി. ഏറെക്കുറെ ശാന്തമായ സ്ഥിതിയിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകുമെങ്കിലും അവിടെ ഇവിടെയൊക്കെ അല്ലറയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് സർക്കാർ വിരുദ്ധമായി മാറുവാനും സർക്കാർ ആ കാര്യങ്ങളിലൊക്കെ ഉചിതമായ തീരുമാനം എടുക്കാനും പറ്റുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അതുപോലെ തന്നെ പിതൃതർപ്പണ ബലി നടത്തുവാൻ ശനിയാഴ്ച ദിവസം കഴിയാത്തവർക്ക് ഞായറാഴ്ച ദിവസം രാവിലെയും അത് നടത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറയാനുള്ളത്. ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.